ബഹുമാനമുള്ള സയ്യദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ അവറുകളെ, അഡ്വക്കേറ്റ് PMA സലാം സാഹിബ്, പ്രിയപ്പെട്ട ഓണംപള്ളി മുഹമ്മദ് ഫൈസി അവറുകളെ, KPA മജീദ് സാഹിബ്, PKK ബാവ സാഹിബ്, വേദിയിലെ സമാദരണീയരായ സംസ്ഥാന ജില്ലാ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളെ, പോഷക സംഘടനകളുടെ സാരഥികളെ, പ്രിയ സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കളെ, നമ്മൾ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളെക്കുറിച്ചുള്ള സുപ്രധാനമായ പ്രസംഗങ്ങൾ കേട്ടു. KP രാമനുണ്ണിയും അനുസ്മരണ പ്രഭാഷണം നടത്തി ഓണംപള്ളി മുഹമ്മദ് ഫൈസി അവറുകളും, അതുപോലെ തന്നെ KPA മജീദ് സാഹിബിൻ്റെ ഒക്കെ പ്രസംഗം കേട്ടപ്പോൾ നമ്മൾ ഈ കാലിഡോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു യന്ത്രമുണ്ട്. അതിലൂടെ നോക്കിക്കഴിഞ്ഞാൽ അതിങ്ങനെ തിരിക്കുന്നതിനനുസരിച്ച് അതിനകത്ത് വിവിധ വർണ്ണങ്ങളിലുള്ള ഡിസൈനുകൾ കാണാം, മനോഹരമായ കാഴ്ചകൾ കാണാം. അതുപോലെയാണ് ഇവിടെ ഓരോരുത്തരും നമുക്ക് കാലിഡോസ്കോപ്പിലൂടെ നോക്കുന്നത് പോലെ ഹൈദരലി ശിഹാബ് തങ്ങളുടെ വ്യത്യസ്ത വർണ്ണങ്ങൾ കാണാൻ ഈ പ്രസംഗങ്ങളിലൂടെ സാധിച്ചു എന്നതിനേക്കാൾ വലിയൊരു ആത്മസംതൃപ്തി എനിക്ക് വേറെ ഒന്നുമില്ല. ഇന്ന് നമ്മൾ സ്ഥാപക ദിനം ഇന്നലെയായിരുന്നു, അതുകൂടി ഇന്നിവിടെ നമ്മൾ കൊണ്ടാടുകയാണ്. നമുക്കറിയാം, സർവ്വേന്ത്യ മുസ്ലിം ലീഗ് വിഭജനത്തിന് ശേഷം രണ്ടാകാൻ തീരുമാനിച്ചു. പാകിസ്ഥാൻ മുസ്ലിം ലീഗ് രൂപീകരിക്കുന്ന ഘട്ടത്തിൽ അന്ന് ലാഹോറിൽ യോഗത്തിൽ എടുത്തൊരു തീരുമാനം, ഇനി ഇന്ത്യയിൽ മുസ്ലിം ലീഗ് നിലനിൽക്കേണ്ടതില്ല, അത് പിരിച്ചുവിടുന്നതാണ് നല്ലത്. സുഹ്റവർദി അടക്കമുള്ള ആളുകൾ അതിനെ അനുകൂലിക്കുകയും ചെയ്തു. ഇനി മറ്റുള്ള ഏതെങ്കിലും പ്രസ്ഥാനങ്ങളിലേക്കൊക്കെ ഇവിടുത്തെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ചേക്കേറാം, പാകിസ്ഥാനിലെ മുസ്ലിം ലീഗ് മതി. പക്ഷെ അതിനെ ശക്തമായി എതിർക്കുകയും വോട്ടിനിടുകയും ചെയ്തപ്പോൾ അതിന് വേണ്ടി വാദിച്ച പ്രധാനപ്പെട്ട രണ്ടാളുകൾ ഖായിദ മില്ലത്ത് ഇസ്മായിൽ സാഹിബും സീതി സാഹിബുമാണ്. അങ്ങനെ ഭൂരിപക്ഷത്തിൽ ഇന്ത്യയിലെ മുസ്ലിം ലീഗിനെ നിലനിർത്താനുള്ള തീരുമാനമുണ്ടായി. സുഹ്റവർദി പിന്നെ പറഞ്ഞത്, രണ്ട് ദ്രാവിഡന്മാർ വന്നിട്ടാണ് നമ്മളുടെ ആ ശ്രമങ്ങളെ ഇല്ലാതാക്കി കളഞ്ഞത്. ആ രണ്ട് ദ്രാവിഡന്മാരൊന്ന് ഖായിദ മില്ലത്ത് ഇസ്മായിൽ സാഹിബും ഒന്ന് സീതി സാഹിബുമാണ്. അന്ന് തീരുമാനിച്ചു, പാകിസ്ഥാൻ മുസ്ലിം ലീഗ് ഉണ്ടാക്കാനുള്ള ചുമതല ലിയാഖത്ത് അലി ഖാൻ സാഹിബ് ഏൽപ്പിച്ചു. ഇന്ത്യയിലുള്ള മുസ്ലിം ലീഗിനെ ഉണ്ടാക്കാനുള്ള ഉത്തരവാദിത്വം ഖായിദ മില്ലത്ത് ഇസ്മായിൽ സാഹിബിനെയും ഏൽപ്പിച്ചു. അന്ന് ഒരു പൊതു ഫണ്ടുണ്ടായിരുന്നു മുസ്ലിം ലീഗിന്. അപ്പോൾ പാകിസ്ഥാനിൽ മുസ്ലിം ലീഗിൻ്റെ ഫണ്ട് കഴിച്ചിട്ടുള്ളത് വേണമെങ്കിൽ ഇന്ത്യയിലെ ലീഗിന് എടുക്കാം എന്ന് പറഞ്ഞപ്പോൾ ഖായിദ മില്ലത്ത് ഇസ്മായിൽ സാഹിബ് പറഞ്ഞത്, ഇനി നിങ്ങൾ വേറെയും ഞങ്ങൾ വേറെയുമാണ്, ഞങ്ങളുടെ നിലനിൽപ്പിനാവശ്യമായിട്ടുള്ള പണമുണ്ടാക്കാൻ ഇനി ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ധാരാളമാണ് എന്ന് പറഞ്ഞ ഖായിദ മില്ലത്ത് ഇസ്മായിൽ സാഹിബിനെയാണ് നമുക്കിപ്പോൾ ഓർക്കാനുള്ളത്. അങ്ങനെ മാർച്ച് 10 മദ്രാസിൽ വെച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ജന്മം എടുക്കാൻ കഴിഞ്ഞു. ആ പ്രസ്ഥാനം ഇവിടെ പറഞ്ഞ പോലെ മുഖ്യധാരയിൽ മുസ്ലിം ന്യൂനപക്ഷ സമുദായത്തെയും അതുപോലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് രാഷ്ട്രത്തിൻ്റെ നിർമ്മാണ പ്രക്രിയയിൽ പങ്കാളിയായി രാഷ്ട്രീയമായി സംഘടിക്കുക എന്ന ഉദ്ദേശത്തിലും അഭിമാനകരമായൊരു അസ്തിത്വം ഈ സമൂഹത്തിന് നിലനിർത്തുക എന്ന ഉദ്ദേശത്തിലും മാത്രമാണ്. അതുകൊണ്ട് ഒരിക്കലും ഇതിനെ ഒരു വർഗീയ സംഘടനയായി ആർക്കും ചിത്രീകരിക്കാൻ സാധിച്ചിട്ടില്ല.
ഇത് അവശേഷിക്കുന്ന മുസ്ലിം ലീഗിന് വേണമോ എന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പോലും സംശയിച്ച ഒരു കാലഘട്ടത്തിൽ മുസ്ലിം ലീഗ് നൽകിയ മറുപടിയാണ് ഇത് ചത്ത കുതിരയല്ല, ഇത് ഉറങ്ങിക്കിടക്കുന്ന സിംഹമാണ്. അങ്ങതിനെ തട്ടി ഉണർത്തരുത്. തട്ടി ഉണർത്തിയാൽ അത് സടകുടഞ്ഞെഴുന്നേറ്റ് ആരൊക്കെ അതിനെ എതിർക്കുന്നുവോ അതിനെ പിച്ച് ചീന്തുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിടത്തേക്ക് മുസ്ലിം ലീഗ് അംഗീകരിക്കപ്പെട്ടൊരു സംഘടനയായി ആ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പുത്രിക്ക് ഈ സംഘടനയെ അംഗീകരിച്ച് കൂടെ നിർത്തേണ്ട സാഹചര്യമുണ്ടാക്കിയ ഒരു പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗിൻ്റെ ഭാഗമാകുന്നതിൽ നമ്മളെല്ലാം അഭിമാനിക്കുന്നു. അതിൻ്റെ കണ്ണിയായിട്ടാണ് പിന്നീട് നമ്മുടെ പ്രിയപ്പെട്ട സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങൾ, PMSA പൂക്കോയ തങ്ങളുടെ മൂത്തപുത്രൻ സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് ശേഷം ആ കസേരയിലേക്ക് വന്ന സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങൾ. ഹൈദരലി ശിഹാബ് തങ്ങൾ ഇടയ്ക്ക് നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള എല്ലാം തിരിച്ചു പിടിച്ച ശേഷമാണ് അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് പോയിട്ടുള്ളത്. ഒരു ഭരണവും ഉണ്ടാക്കി തന്ന ശേഷമാണ് സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങൾ നമ്മളെ വിട്ട് പിരിഞ്ഞു പോയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വളരെ വൈകാരികമായി പ്രിയപ്പെട്ട മജീദ് സാഹിബ് അടക്കം പറയുകയുണ്ടായി. സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നിർമ്മല സ്വഭാവമുള്ള, അദ്ദേഹത്തെ പൂക്കോയ് തങ്ങൾ വിളിച്ചത് ആറ്റപ്പൂ എന്നാണ്. ആറ്റുനൂറ്റ് അദ്ദേഹം പൂ പോലെ കൊണ്ട് നടന്നിരുന്നൊരു മകനാണ് ആറ്റപ്പൂ എന്ന സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങൾ. ആ പൂവിൻ്റെ നിർമ്മലത ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിച്ച ഒരു ആറ്റപ്പൂവായിരുന്നു സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങൾ. അതുകൊണ്ട് തന്നെ അദ്ദേഹം എല്ലാവരോടും സൗഹൃദത്തിൽ, ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകളോട് പോലും ഒരേ രീതിയിലേ പെരുമാറുകയുള്ളൂ. ഏറ്റവും വലിയ നേതാവിനോട് എങ്ങനെ പെരുമാറുന്നുവോ അതേപോലെ തന്നെ ഏറ്റവും താഴെത്തട്ടിലെ പ്രവർത്തകനോടും അദ്ദേഹം പെരുമാറിയിട്ടുണ്ട്. അദ്ദേഹം എത്ര പാതിരാത്രിയിൽ വരികയാണെങ്കിലും ഇനി ക്ഷീണിച്ചൊന്ന് കിടക്കട്ടെ എന്ന് ആലോചിച്ചു വരുമ്പോൾ തൻ്റെ മുറ്റത്തുള്ള അവസാനത്തെ ആളെയും കണ്ട് അവരുടെ വേദന കൂടി ഉൾക്കൊണ്ട ശേഷം മാത്രമേ അദ്ദേഹം കിടക്കാൻ പോകാറുള്ളൂ. പണ്ട് ശ്രീനാരായണ ഗുരുവിനോട് ചോദിച്ചു, നിങ്ങൾക്കെങ്ങനെ രോഗം വന്നു? നിങ്ങളെല്ലാ രോഗങ്ങളും മാറ്റുന്ന ആളല്ലേ? ശ്രീനാരായണ ഗുരു പറഞ്ഞത്, അത് മാറ്റുമ്പോൾ ആ വേദന ആരെങ്കിലും ഏറ്റെടുക്കണ്ടേ? അത് ഞാനായിരുന്നു ആ വേദന മുഴുവൻ ഏറ്റെടുത്തത് എന്നതുകൊണ്ടാണ് എനിക്ക് അവസാനം രോഗം വന്നത്. ശരിക്കും ഹൈദരലി ശിഹാബ് തങ്ങൾ മറ്റുള്ളവരുടെ വേദനകൾ മുഴുവൻ ഏറ്റെടുത്ത് സ്വന്തം വേദനയെ മറന്ന ഒരാളായിരുന്നു. ആ മുഴുവൻ ആളുകളുടെയും വേദനയാണ് അദ്ദേഹത്തിൻ്റെ രോഗമായി മാറിയത് എന്നതാണ് നമ്മളൊക്കെ തിരിച്ചറിയേണ്ട ഒരു കാര്യം. അവസാന നാളുകളിൽ ഞാൻ എപ്പോൾ അവിടെ ചെല്ലുമ്പോഴും എല്ലാവരും പോയി കഴിഞ്ഞാൽ അദ്ദേഹം പറയും, നീ 5 മിനിറ്റ് ഇരിക്കുക. എന്തിനു വേണ്ടിയാന്ന്? ഭക്ഷണത്തിൻ്റെ ആളാണ് ഞാൻ എന്നറിയുന്നതുകൊണ്ട് എനിക്ക് മാത്രം ഒരു നാസ്ത അദ്ദേഹം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അത് കഴിപ്പിച്ചിട്ടേ വിടാറുള്ളൂ. എപ്പോഴും ഞാൻ പോകാൻ നേരത്ത് അദ്ദേഹത്തോട് ദുആ എന്ന് പറയാറുണ്ട്. പക്ഷേ അവസാനം അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പം അത് ഞാൻ പറയുന്നതിന് മുമ്പ് അദ്ദേഹം എൻ്റെ കൈ പിടിച്ച് പറഞ്ഞു, എനിക്ക് വേണ്ടി നീ ദുആ ഇറക്കണം. അതെൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വേദനയുണ്ടാക്കി. കാരണം അതൊരു യാത്ര പറച്ചിലാണോ എന്നുള്ള ഒരു നൊമ്പരം മനസ്സിലുണ്ടായിരുന്നു. ശരിയായിരുന്നു, അതൊരു യാത്ര പറച്ചിലായിരുന്നു. എല്ലാവർക്കും വേണ്ടി ദുആ ഇറക്കുന്ന ഹൈദരലി ശിഹാബ് തങ്ങൾ എനിക്ക് വേണ്ടി നിങ്ങൾ ദുആ ഇറക്കണമെന്ന് പറയുമ്പോൾ അദ്ദേഹം തീരുമാനിക്കുകയാണ്, ഞാൻ യാത്ര പോവുകയാണ്. പക്ഷേ അദ്ദേഹം എത്ര ഈ സമൂഹത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ, അദ്ദേഹം യാത്ര പോയ ശേഷവും ഇന്നും അദ്ദേഹം നമ്മുടെ മനസ്സിൽ ജീവനോട് നിൽക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ നിദർശനമാണ് ഇന്ന് ഈ തടിച്ചുകൂടിയിട്ടുള്ള ഈ ജനസമൂഹം അദ്ദേഹത്തോട് കാണിക്കുന്ന ആദരവിലൂടെ തെളിയിക്കപ്പെടുന്നത്. അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഇത് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി.